സണ്ണി ജോസഫിനേക്കാളും ഞാനത് കണക്കാക്കുന്നത് വി ഡി സതീശൻ്റെ തന്നെ വിജയമാണെന്നുള്ളതാണ്. അയാൾ കൺസിസ്റ്റൻ്റായിട്ട് കഴിഞ്ഞ 5 വർഷം അയാളെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ മോശം പറഞ്ഞാലും കഴിഞ്ഞ 5 വർഷം അയാൾ നടത്തിയ രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഫലം കണ്ടത്. രാഹുൽ മാങ്കൂട്ടം പ്രശ്നം മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നമ്മളിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുമ്പം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ലീഗ് എങ്ങനെ പോയിരുന്നാലും ഒരു 10-18 സീറ്റ് ലീഗ് പിടിക്കും, ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഒരു 4-5 സീറ്റ് പിടിക്കും. എങ്ങനെ അപ്പോൾ ഒരു 22 സീറ്റ് അവരെല്ലാവരും കൂടി പിടിച്ചിരുന്നാൽ 50 സീറ്റ് കോൺഗ്രസ് പിടിച്ചാലേ അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ. അതാണ് ഒരു കണക്ക്. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി വെച്ചിട്ട് 24 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. ഈ 24 സീറ്റ് 50 ആക്കുക, 26 സീറ്റ് കൂടെ ജയിക്കേണ്ടത് ഉണ്ട്. അത് ഈ നടക്കും. അതായത് അവർക്ക് പ്രധാനമായിട്ടും ഈ മധ്യ തെക്കൻ തിരുവിതാംകൂറുകളിലാണ് അവരുടെ ശക്തി എന്ന് പറയുന്നത്. കർണാടകം പോയതോടുകൂടി മലബാറിൽ അവർ ശക്തരല്ല. അത് സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നോക്കുകയാണെങ്കിൽ അത് സംഭവിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.